നമസ്കാരം. ഇന്ത്യയെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച APJ അബ്ദുൽ കലാമിന്റെ ഇന്ന് 88ാം ജന്മദിനം. രാജ്യത്തിന്റെ 11ാമത് രാഷ്ട്രപതിയായ കലാം ജനകീയ തീരുമാനങ്ങളിലൂടെ ജനങ്ങളുടെ രാഷ്ട്രപതി എന്നാണ് അറിയപ്പെട്ടത്. സൗമ്യമായ പുഞ്ചിരിയും ലളിതമായ ജീവിതവും നയിച്ച കലാം ഇന്നും ഓരോ വ്യക്തിയുടെയും മനസ്സിൽ ജീവിക്കുന്നു. 1931 ഒക്ടോബർ 15 തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ജൈനുൽ ആബിദിന്റെയും ആശിയാമ്മയുടെയും ഇളയപുത്രനായാണ് ഔൽ പക്കീർ ജൈനുൽ ആബിദിൻ എന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ജനനം. ആകാശങ്ങളിൽ പറക്കുക എന്നതായിരുന്നു കലാമിന്റെ സ്വപ്നം. രാമേശ്വരം സ്കൂളിൽ പ്രാഥമിക പഠനം പൂർത്തിയാക്കി ഉപരിപഠനത്തിനായി തിരുച്ചിറപ്പള്ളി സെന്റ് ജോസഫ് കോളേജിൽ കലാം ചേർന്നു. തന്റെ ആഗ്രഹ സഫലത്തിനായി കലാം 1955 മദ്രാസ് IITയിൽ എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിൽ പ്രവേശിച്ചു. തുടർന്ന് 1958 ഹിന്ദുസ്ഥാൻ ട്രെയിനിയായി ചേർന്നു. പിന്നീട് 1960 ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ ഡെവലപ്മെന്റ് ആൻഡ് പ്രൊഡക്ഷനിൽ ശാസ്ത്രജ്ഞനായി. രണ്ടാമത് പ്രോഗ്രാം ആണവ പരീക്ഷണം, അഗ്നി, പൃഥ്വി മിസൈലുകൾ തുടങ്ങിയ പദ്ധതികളുടെ മുഖ്യ ശില്പിയായിരുന്നു കലാം. ഇന്ത്യയുടെ ആദ്യ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ വികസിപ്പിച്ചത് കലാമിന്റെ നേതൃത്വത്തിലായിരുന്നു. രോഹിണി ഉപഗ്രഹം ഭ്രമണപഥത്തിലെത്തിക്കാനായി വികസിപ്പിച്ച SLV-3 ആണ് രാജ്യത്തിന് സ്പേസ് ക്ലബിൽ അംഗത്വം നേടിക്കൊടുത്തത്. രാജ്യത്തിനകത്തും പുറത്തുമുള്ള 48 സർവകലാശാലകളിൽ നിന്ന് അദ്ദേഹത്തിന് ഓണററി ഡോക്ടറേറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ഭാരതരത്നം എന്നീ സിവിലിയൻ ബഹുമതികളും അദ്ദേഹത്തെ തേടിയെത്തി. കുട്ടികളെ മനസ്സിലേക്ക് സ്വപ്നത്തിന്റെ അഗ്നിച്ചിറകുകൾ ആലേഖനം ചെയ്ത വ്യക്തിത്വമാണ് കലാം. കുട്ടികളുടെ കാര്യങ്ങളിൽ ഇടപെടാനും അവരുമായി സംവദിക്കാനും കലാം ഏറെ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. ഇന്ത്യയുടെ ഭാവി കുട്ടികളിലാണെന്ന് തിരിച്ചറിഞ്ഞ കലാം അവരിൽ സമ്മർദ്ദം ചെലുത്താതെ അറിവുകൾ പകർന്നു. തന്റെ 80ാം ജന്മദിനം നൂറുകണക്കിന് കുട്ടികൾക്കും കർഷകർക്കുമൊപ്പമാണ് കലാം ആഘോഷിച്ചത്. പ്രഭാഷണ കലയെ നെഞ്ചോട് ചേർത്ത് വെച്ചയാളാണ് കലാം. എളിമയും വിനയവും നിറഞ്ഞ അദ്ദേഹത്തിന്റെ ശബ്ദശകലങ്ങൾ ആസ്വദിക്കാൻ ഓരോ വേദികളിലും ജനബാഹുല്യമായിരുന്നു. യുവാക്കൾക്കും കുട്ടികൾക്കും ഏറെ പ്രചോദനം നൽകുന്നവയായിരുന്നു കലാമിന്റെ പ്രസംഗങ്ങൾ. ഇന്ത്യയുടെ 11ാമത് രാഷ്ട്രപതിയായാണ് കലാം എത്തുന്നത്. തന്റെ ജനകീയ നയങ്ങളാൽ ജനങ്ങളുടെ രാഷ്ട്രപതി എന്ന പേരിൽ പ്രശസ്തനായി. 2007 ജൂലൈ 25 സ്ഥാനം ഒഴിഞ്ഞ ശേഷം അധ്യാപനം, എഴുത്ത്, പ്രഭാഷണം, പൊതുജന സേവനം തുടങ്ങിയവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 2015 ജൂലൈ 27 ഷില്ലോങ്ങിൽ വെച്ചാണ് കലാം അന്തരിക്കുന്നത്.